സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 89-ാം സങ്കീർത്തനം. ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ. കർത്താവെ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിൻ്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവെ, ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ. നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ. കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട്? കർത്താവിനോട് സദൃശനായി സ്വർഗവാസികളിൽ ആരുണ്ട്? വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു. ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട്? അങ്ങ് ഇളകി മറിയുന്ന കടലിനെ ഭരിക്കുന്നു. തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ ശവശരീരമെന്ന പോലെ തകർത്തു. കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ. ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. ദക്ഷിണോത്തര ദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു. അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ്, അങ്ങയുടെ കരം കരുത്തുറ്റതാണ്. അങ്ങ് വലതുകൈ ഉയർത്തിയിരിക്കുന്നു. നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവെ, അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു, ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു, ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല. അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും. അവൻ്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും. ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. അവൻ എന്നോട്, എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനും ആക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. അവൻ്റെ സിംഹാസനം ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കും. അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ഡുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും. എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല. ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരികയില്ല. ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശബ്ദം ചെയ്തു. ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല. അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുൻപിൽ നിലനിൽക്കും. അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അതും അചഞ്ചലമായിരിക്കും.
എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ച് കളഞ്ഞു. അങ്ങയുടെ അഭിഷിക്തൻ്റെ നേരെ അങ്ങ് ക്രൂദ്ധനായിരിക്കുന്നു. അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. അവിടുന്ന് അവൻ്റെ കിരീടത്തെ നിലത്തെറിഞ്ഞ് മലിനമാക്കി. അവിടുന്ന് അവൻ്റെ മതിലുകൾ തകർത്തു. അവൻ്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി. വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു. അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവൻ്റെ വൈരികളുടെ വലതുകൈ ഉയർത്തി. അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അവൻ്റെ വാളിൻ്റെ വായ്ത്തല മടക്കി. യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവന് കഴിവില്ലാതാക്കി. അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ എടുത്തു മാറ്റി. അവൻ്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു. അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി. അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു. കർത്താവേ, ഇത് എത്ര നാളത്തേക്ക്? അങ്ങ് എന്നേക്കും മറഞ്ഞിരിക്കുമോ? അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും? കർത്താവെ, എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? കർത്താവെ, അങ്ങയുടെ പൂർവ്വസ്നേഹം എവിടെ? വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശപഥം എവിടെ? കർത്താവെ, അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നെന്ന് ഓർക്കണമേ. ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിൽ ഏൽക്കുന്നു. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ദൈവജനമേ, ദൈവത്തിൻ്റെ കരുണയെയും വിശ്വസ്തതയെയും കുറിച്ചുള്ള ഒരു മഹത്തായ സ്തുതിഗീതമായി സങ്കീർത്തനം 89 അധ്യായം ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായികൊണ്ട് അങ്ങയുടെ വിശ്വസ്തതയെ ഞാൻ അറിയിക്കുമെന്ന വാക്കുകൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൽ സങ്കീർത്തകൻ എത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. സകല സൃഷ്ടിജാലങ്ങളെ നിയന്ത്രിക്കുകയും സമുദ്രത്തിൻ്റെ അലകളെ ശാന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവൻ പറയുന്നു. വിശുദ്ധരുടെ സഭയിൽ ദൈവത്തെപ്പോലെ ആരുമില്ല. തൻ്റെ ദാസനായ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ചും അത് ലംഘിക്കില്ല എന്നതിനെക്കുറിച്ചും ദൈവം നൽകിയ ഉറപ്പുകൾ അവൻ ഓർമ്മിപ്പിക്കുന്നു. ദാവീദിൻ്റെ സിംഹാസനം ആകാശത്തിലെ സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും ശാശ്വതമായി നിലനിൽക്കുമെന്ന ഉറപ്പ് സങ്കീർത്തകൻ വിവരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തെ വെല്ലുവിളികളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും നാം കാണുന്നത് മനുഷ്യരുടെ വാഗ്ദാനങ്ങളും ഉടമ്പടികളും പെട്ടെന്ന് ലംഘിക്കപ്പെടുന്നതാണ്. രാഷ്ട്രീയ ഉടമ്പടികളും വ്യക്തിബന്ധങ്ങളിലെ വാഗ്ദാനങ്ങളും താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി ലംഘിക്കപ്പെടുമ്പോൾ ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വാക്കിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ്റെ നശ്വരമായ വാഗ്ദാനങ്ങൾക്കുപരി ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെപ്പോലെ ശക്തിയുള്ളവനോ വിശ്വസ്തനോയോ ആയിട്ടുള്ള ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഇല്ല. സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗം പ്രതീക്ഷയുടെ ഒരു ഗീതത്തെ സൂചിപ്പിക്കുന്നു. ദുരിതത്തിലേക്കും സംശയത്തിലേക്കും ഉള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ദാവീദിൻ്റെ സിംഹാസനം തകരുകയും ഇസ്രായേൽ ജനത പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യം സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എങ്കിലും അങ്ങ് നിരാകരിക്കുകയും തള്ളിക്കളയുകയും അങ്ങയുടെ അഭിഷിക്തനോട് കോപിക്കുകയും ചെയ്തു. ഈ ഭാഗം മനുഷ്യൻ്റെ ബലഹീനതയും പാപവും കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയെ വിവരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിച്ചിരുന്ന ജനത്തിന് തങ്ങളുടെ ദുരിതങ്ങൾക്കിടയിൽ അവ വിസ്മരിക്കപ്പെട്ടതായി തോന്നി. അങ്ങ് അങ്ങയുടെ ദാസൻ്റെ കിരീടത്തെ നിലത്തിട്ട് മലിനമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകാത്തതുപോലെ തോന്നിപ്പിക്കുന്ന ഈ അവസ്ഥയിൽ സങ്കീർത്തകൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും ഒളിച്ചിരിക്കുന്നത് എത്ര കാലം? അങ്ങയുടെ കോപം തീ പോലെ ജ്വലിക്കുന്നത് എത്ര കാലം? ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാകാൻ വൈകുന്നത് പോലെ നമുക്കും തോന്നാം. ലോകത്തിലെ ദുരിതങ്ങളും വേദനകളും അനീതികളും കാണുമ്പോൾ ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയും എവിടെ എന്ന് നാം സംശയിച്ചേക്കാം. ഈ സങ്കീർത്തനം അത്തരം മാനുഷികമായ സംശയങ്ങളെ സത്യസന്ധമായ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വേദനകളെ മറച്ചു വയ്ക്കാതെ സത്യസന്ധമായ ദൈവത്തോട് തുറന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ പൂർണ്ണമായ അർത്ഥം കണ്ടെത്തുന്നു. സങ്കീർത്തകൻ ദാവീദിനോടുള്ള ഉടമ്പടിയിലെ ലംഘനത്തിൽ വിലപിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനം കർത്താവായ യേശുവിലൂടെ നിറവേറ്റുന്നു. ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തു 1000 ആണ്ടുകൾക്ക് ശേഷം ജനിക്കുന്നു. അവൻ്റെ ഭരണം എന്നേക്കും നിലനിൽക്കുമെന്ന ഉടമ്പടി മനുഷ്യൻ്റെ പാപം കാരണം തകർന്നു എന്ന് തോന്നിയപ്പോൾ യേശു തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ആ ഉടമ്പടി പൂർത്തീകരിച്ചു. ഹെബ്രായർ 1:8 പിതാവായ ദൈവം പുത്രനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും.
ലൂക്ക 1:32-33 വചനങ്ങളിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നു, അവൻ എന്നേക്കും യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ വചനങ്ങൾ സഹോദരങ്ങളെ സങ്കീർത്തനം 89 ദാവീദിനോടുള്ള വാഗ്ദാനത്തിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരമാണ്. നമ്മുടെ പാപം കാരണം ഉടമ്പടി തകർന്നു എന്ന് തോന്നിയപ്പോൾ യേശുവിൻ്റെ ബലിയിലൂടെ ദൈവം തൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കില്ലെന്ന് തെളിയിച്ചു. നമ്മുടെ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ പുതിയ നിയമത്തിൻ്റെ ഈ കാഴ്ചപ്പാട് നമ്മെ സഹായിക്കും. നമ്മുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഈ സത്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അനീതികളും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഒട്ടും തന്നെ ഇല്ലാണ്ടാക്കുന്നില്ല. മറിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ദൈവം തൻ്റെ സ്നേഹവും വിശ്വസ്തതയും പരമമായിട്ടുള്ള ആ സ്ഥാനത്ത് എത്തിച്ചു. നമ്മുടെ പ്രശ്നങ്ങളുടെ ആഴത്തിലും സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. നമ്മുടെ വിശ്വാസത്തെ ഉലയ്ക്കുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകുമ്പോൾ സങ്കീർത്തകനെ പോലെ നമുക്കും ദൈവത്തിന് മുമ്പിൽ അവ അവതരിപ്പിക്കാനായിട്ട് നാം ഒരിക്കലും മടി കാണിക്കരുത്. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ദാവീദിനോടുള്ള ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ നമുക്കും അവകാശപ്പെട്ടതാണ്, മറക്കരുത്. നമ്മുടെ പാപങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുന്നില്ല. നാമും ദൈവവുമായുള്ള ബന്ധം അകലാൻ കാരണമാകും എങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മെ ചുറ്റിപ്പൊതിയുന്നു. ഓരോ നിമിഷവും നമ്മുടെ പാപങ്ങളെ പ്രതിഫലിപ്പിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ കരുണയോടെ സ്വീകരിക്കും. കാരണം കർത്താവിൻ്റെ കരുണ നമ്മൾ ഓരോരുത്തരേക്കാൾ എത്രയോ വലുതാണ്. കർത്താവിൻ്റെ മടങ്ങി വരവിനായി നാം ഒരുങ്ങേണ്ടതായിട്ടുള്ള ഈ അന്ത്യകാല നിമിഷങ്ങളിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അധിഷ്ഠിതമായിരിക്കണം. ഈ ലോകത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും നമ്മെ നിരാശപ്പെടുത്താൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നാം തെറ്റ് ചെയ്യുമ്പോൾ പോലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പിന്തുടരുന്നു. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള രീതിയിൽ നയിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം അവിടുന്ന് നമ്മെ ഒരിക്കലും ഒരു നാളും തള്ളിക്കളയുന്നില്ല. ആ മഹത്വമേറിയ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.